ഹലോ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഷവർമ കഴിക്കാൻ പോയാലോ? റവാസ്കോയിലാണ് നമ്മൾ ഷവർമ കഴിക്കാൻ പോകുന്നത്. അവിടെ കുറേ ഷവർമ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് അൽ ഇസ്താംബൂളിയാണേ. അപ്പോൾ അവിടുത്തെ ഷവർമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷവർമ ആയാലും ഹാഫ് ചിക്കൻ ആയാലും ഞങ്ങൾക്ക് ഇവിടുത്തെ ആണെങ്കിൽ ഇഷ്ടം. നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഷവർമ അല്ലെങ്കിൽ ഹാഫ് ചിക്കൻ ആയിരിക്കേ. നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും അത് തന്നെയാണ് കേട്ടോ. നല്ല ചൂടാണ് പുറത്ത് കേട്ടോ. നമ്മളവിടെ എയർ കൂളറിൻ്റെ അവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ചൂട് കാറ്റാട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമെ നല്ല ചൂടായതുകൊണ്ടാണത്. പിന്നെ അമ്പാടി ആകാശത്തേക്ക് എന്തോ നോക്കി വട്ടം കറങ്ങുന്നുണ്ട്. നക്ഷത്രമാണോ അമ്പിളിമാമനിയാണോ ഇനി ഫ്ലൈറ്റാണോ എന്ന് ആർക്കറിയാം. ഫ്ലൈറ്റൊന്നും അതിലൂടെ പോകുന്നില്ല ഏതായാലും. പിന്നെ ഞങ്ങൾ ഹാഫ് ചിക്കൻ വേണോ ഷവർമ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. ഞാൻ ഷവർമ അധികം കഴിക്കില്ല. ഹാഫ് ചിക്കൻ ആണെങ്കിൽ കഴിക്കും. അത് പിന്നെ ചിക്കനല്ലേ. ഷവർമ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നേ. പിന്നെ കഴിച്ച് മടുത്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കുകയുള്ളൂ ഇപ്പോൾ. കണ്ണിന്റെ കാഴ്ച പോയ മാമൻ എന്ത് ചെയ്യേ? മാമൻ എന്ത് ചെയ്യേ? അങ്ങനെ ഞങ്ങളെ കാത്തിരിപ്പിനൊടുവിൽ ഓരോരോ സാധനങ്ങളായി വന്നു തുടങ്ങി. സാലഡ് വന്നു, ഹാഫ് ചിക്കൻ വന്നു, ഷവർമ വന്നു, പിന്നെ അതിനൊപ്പം കൂട്ടി കഴിക്കാനുള്ള ചപ്പാത്തി പോലെയുള്ള സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. അതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. പിന്നെ ഹാഫ് ചിക്കൻ്റെ ഒപ്പം നമുക്ക് മയോണൈസിൻ്റെ ഒപ്പം തന്നെ ഇതാ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമാണ്. ഹാഫ് ചിക്കൻ നല്ല രസമാണ് ഇവിടുത്തത് കഴിക്കാൻ. ഒരു വട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്തായാലും കഴിക്കാൻ തോന്നും. ഷവർമയും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്ഥിരമായി കഴിച്ചുകൊണ്ടാണ് ഞാനത് കുറച്ച് മടുത്തു പോയത്. അല്ലാതെ കഴിക്കുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് നമ്മളെ വയറ് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും. ഒരു ഹാഫ് ചിക്കൻ മേടിച്ചാൽ 2 ആൾക്ക് കഴിക്കാൻ പറ്റും. ഒരു ഷവർമ മേടിച്ചാൽ അതും 2 ആൾക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കായി ഓരോന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഹാഫ് ചിക്കൻ്റെ ഒപ്പം കിട്ടുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഹാഫ് ചിക്കൻ ഇതും കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. കുബൂസും കൂട്ടി കഴിക്കാനല്ല ഇഷ്ടം. അപ്പം ഇത് നമുക്ക് ഹാഫ് ചിക്കൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഷവർമയൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് മേടിക്കാം. പക്ഷെ ഒന്നിന് നമ്മൾ 300 പൈസ എങ്ങനെ കൊടുക്കണം. പ്രൈസാ വേണ്ട കുട്ടിക്ക്? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഓർഡർ ചെയ്യുന്ന സാധനമാണ് ഇത് വിംറ്റോ. ഇത് ഒമാനികളുടെ നന്നാരി സർബത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ നാട്ടിലൊക്കെ സർബത്ത് കുടിക്കില്ലേ, അതുപോലെ ഇവിടെ ഒമാനീസ് കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. സത്യം പറയാലോ, നമുക്കത് ആദ്യമൊന്നും ഇഷ്ടാവുകയില്ല. കാരണം നമ്മളെ നാട്ടിലെ ചുമേൻ്റെ മരുന്നില്ലേ, കുരമരുന്ന്, അതിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ അതിന്. പക്ഷെ നമ്മളത് കുടിച്ച് ലാസ്റ്റ് നമുക്കത് ഇഷ്ടമാവും പറയുന്ന മാതിരി വിബിയണ്ണൊന്നും അത് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ കുടിച്ചത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മളെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങൾ പോകാൻ വേണ്ടി പുറത്തിറങ്ങിയേ. അപ്പോൾ ഒരു ആലോചനയുടെ ഭാഗമായിട്ട് ഇനി ബീച്ചിലൊക്കെ പോയിട്ടേ ഇനി റൂമിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ശരി എന്നാൽ.